ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒത്തിരി ദേശാടന പക്ഷികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷികളെ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തന്നെ. അപ്പം എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഒത്തിരി കൊക്കുകൾ, വെള്ളാരം കൊക്കുകൾ. മീൻ പിടിക്കാൻ പോകാനുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക മീൻ പിടിക്കാൻ പോകാനായിട്ട്. രണ്ട് സൈഡിലും ഒത്തിരി വെള്ളരി കൊക്കുകൾ ഇരിക്കുന്നുണ്ട്, അതുപോലെ കടൽ കാക്കകൾ. അപ്പോൾ ഇത് കൂടാതെ വേറെ കുറേ ഇനം പക്ഷികൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് ഇവിടെ നിന്ന് കുറച്ചും കൂടി പടിഞ്ഞാട്ട് പോകണമെന്നാണ്. നമ്മൾ ഈ ഒരു ചെറിയ വഴി കൂടി ഇതുണ്ടല്ലേ, രണ്ട് സൈഡും കണ്ടോണം, വലിയ കണ്ടോണം, കെട്ടാണ് കേട്ടോ. മീനൊക്കെ വളർത്തുന്ന വലിയൊരു കെട്ടാണ്. ഇവിടെയുള്ള തെങ്ങുകളൊക്കെ ഉണ്ട്, ഹൈറ്റ് കുറവാണ്. ഓക്കെ, നമുക്ക് കയ്യെത്തിച്ച് വേണമെങ്കിൽ കരിക്കിടാം. പക്ഷേ കരിക്കിട്ട പണിയാണ്. ഇവിടെയുള്ള ചേട്ടന്മാർ ചിലപ്പോൾ കഴുത്തിന് പിടിക്കും. ഇവിടെ ചെറിയൊരു തടിപ്പാലമുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ കടക്കാൻ. ഓക്കെ, പാടത്ത് ഞാറ് നട്ടിരിക്കുന്ന കൊക്കുകൾ, നിറയെ കൊക്കുകളാണ്. ഒന്നും പറയാനല്ല, കിടൽ പക്ഷികളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ. അതിന് മാത്രം പക്ഷികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം അല്ലേ. കഴിഞ്ഞോ ഇന്നത്തെ മീൻ പിടുത്തമൊക്കെ? ഇല്ല. ഒത്തിരി നടക്കാനുണ്ട് നമുക്ക്. എന്തായാലും എത്ര ദൂരം വേണമെങ്കിലും നടക്കാം, നല്ല പടം കിട്ടിയാൽ മതി അല്ലേ. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. രാവിലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 7:30 ഞാനിവിടെ എത്തി. അതിന് കുറച്ചും കൂടി നേരത്തെ എത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മീൻ പിടിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം കൂടി ആകുമ്പോൾ ഈ കൊക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ വരുമ്പോൾ വെള്ളപ്പറ്റുള്ള ടൈമാണ് കൂടുതലും പക്ഷികൾ ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. അധികം ഒച്ചയിൽ സംസാരിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ സംസാരിക്കാം. സാധാരണ എൻ്റെ കൂടെ മിക്കപ്പോഴും ആരെങ്കിലും സുഹൃത്തുക്കളാരെങ്കിലും ഉണ്ടാവും. ഇന്നിപ്പോൾ ആരുമില്ല, എല്ലാവരും തിരക്കിലാണ്. അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോന്നു. കുറേ ദിവസമായി ഇവിടെ വന്നം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ സമയം കിട്ടിയില്ല. സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ ചിലപ്പോൾ കണ്ടത്തിൽ പോകും. താഴെ നോക്കാണ്ട് വന്ന് ചാണാത്തി കയറി ചവിട്ടി. ഇപ്പം തെന്നി വീണാന്ന് ചാണാത്തി ചവിട്ടി. ഇത് നടക്കുന്നവർ ശ്രദ്ധിക്കുക, ചാണാനുണ്ട്, അതിൽ ചവിട്ടി താഴെ പോകരുത്.
എൻ്റെ പുറയിൽ രണ്ടുപേരെയൊക്കെ ഉണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ. എറണാകുളത്തുള്ള ടീമുണ്ടോ, അവരെ പരിചയപ്പെട്ടു പോന്നു. ചെറിയ വരമ്പിലൂടെ നടന്ന് ഇപ്പോൾ ഞാനൊരു റോട്ടിൽ, ടാറിട്ട റോട്ടിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ടാറിട്ട സൈക്കിൾ വന്ന് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞ് അങ്ങേ അറ്റത്ത്, പടിഞ്ഞാററ്റത്ത് പെലിക്കൺ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇവിടെ അടുത്ത് തന്നെ ഫ്ലെമിംഗോ അതും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അതിനെ കൂടി നമുക്കെന്തായാലും നോക്കാം. ഇവിടെയൊക്കെ നിറച്ചും വെള്ളരിക്കൊക്കുകളായിട്ടിരിക്കണം. വെള്ളരിക്കൊക്ക്, അതുപോലെ നീർക്കാക്ക. നമുക്കെന്നാൽ ഈ ഒരു വഴി കൂടി പോയി നോക്കാം. ഈ പണി കിട്ടിയില്ല. ഇവിടെ തോടിങ്ങനെ മുറിഞ്ഞെടുക്കുക. നമുക്കിത് കടന്ന് വേണം, ആ ഭാഗത്ത് വേണം നമുക്ക് പോകാനായിട്ട്. അവിടെയാണ് സാധനം ഇരിക്കുന്നത്. ഇതിനിപ്പോൾ താഴ്ന്നു പോയില്ലെന്നറിയില്ല, ഇത് ക്രോസ് ചെയ്യാൻ നേരത്ത്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം അല്ലേ. ഈ തോട് നീതി കിടന്ന് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ഇത് നോക്കിയേ, വലിയൊരു തോട് കൊണ്ട് ഉണ്ടായി. വല്ലാത്ത ചതിയായിപ്പോയി. ഇത് കിടക്കണമെന്ന്, ഇത് എപ്പുറം കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ പോകണം. എന്തായാലും നനഞ്ഞു, എന്നാ നടന്നു നോക്കാം അല്ലേ. നമുക്ക് അവിടെ പോകാനുള്ളത്. പോയി അമ്മേ. വരമ്പുകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും. കാരണം ഓരോ വരമ്പും കട്ട് ചെയ്ത് വെള്ളം നീന്തി വേണം നമ്മൾ മറ്റ് വരമ്പിലേക്ക് കയറാനായിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത്തിരി ചളി കൂടുതലും, അതുകൊണ്ട് ഒത്തിരി താഴ്ന്നു പോകുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ രണ്ട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ വാക്കേട്ട് അവരായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ചെളിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എൻ്റെ വാക്കേട്ട് അവരും ചെളി ചാടി രണ്ടുപേരും കുളിച്ചിരിക്കുക ചെളിയിൽ, പാവങ്ങൾ. എന്തായാലും വേറെ നല്ല, അതാണ് ഫോട്ടോഗ്രാഫർ. നല്ല പടം കിട്ടാൻ വേണ്ടി ചെളിയാണെങ്കിലും ഏത് കുന്നാണെങ്കിലും മലയാണെങ്കിലും കണ്ടമാണെങ്കിലും തോടാണെങ്കിലും ചാടിയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ.